നോക്ക്, അതർ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ്. ബാങ്കുകൾ നൽകുന്ന മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലോക്കർ ഫെസിലിറ്റീസ് ബാങ്കുകൾ കൊടുക്കാറുണ്ട് അല്ലേ. പബ്ലിക്കിന് ലോക്കർ ഫെസിലിറ്റീസ് എന്താ അത്? ലോക്കർ സൗകര്യം എന്തിനു വേണ്ടിയാണ്? മെയിനായിട്ട് ഗോൾഡൊക്കെ വെക്കുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ വസ്തുവിൻ്റെ ആധാരമൊക്കെ വെക്കുന്നതിനാണ് മെയിനായിട്ട് ലോക്കർ ഫെസിലിറ്റീസ് കൊടുക്കുക. ഫോർ കീപ്പിംഗ് വാല്യുബിൾ അസറ്റ്സ്. എന്താ ഈ വാല്യുബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? അതെ, ഒരു വാല്യുബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് ഗോൾഡോ അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ പറഞ്ഞോണം തന്നെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സൊക്കെ, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ലോക്കറിൽ സാധാരണ നമ്മൾ വെക്കാറ്. നോക്കിയത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു താക്കോൽ ഉടമസ്ഥന്, മറ്റൊന്ന് ബാങ്കിനായിരിക്കും. വൺ കീ വിത്ത് ഓണർ ആൻഡ് അതർ കീ വിത്ത് ബാങ്ക്. അതായത് ലോക്കറിൽ നമ്മളുടെ പ്രോപ്പർട്ടി വെക്കുമ്പോൾ 2 കീ നമുക്ക് കിട്ടും. 2 കീ ഉണ്ടാവും, നമുക്കല്ല. ഒരു കീ നമുക്കും, ഒരു കീ ആരുടെ കയ്യിലും ആയിരിക്കും? ബാങ്കിൻ്റെ കയ്യിലും ആയിരിക്കും. പിന്നെയോ, ലോക്കർ ക്യാൻ ബി ഓപ്പൺഡ് ഓൺലി വെൻ ബോത്ത് കീസ് ആർ ജോയിൻ്റ്ലി യൂസ്ഡ്. ആ 2 കീസ് ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോക്കർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ബാങ്കിലെ പർട്ടിക്കുലർ പേഴ്സൺ മാത്രമായിട്ട് പോയി അത് ഓപ്പൺ ചെയ്യില്ല. ആൻഡ് സർട്ടൻ എമൗണ്ട് ഈസ് ചാർജ്ഡ്. ഇങ്ങനെ നമ്മളുടെ ലോക്കറിൽ നമ്മളുടെ ഗോൾഡോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയോ ഒക്കെ വെക്കുമ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ചാർജ് ബാങ്ക് യൂഷ്വലി ഈടാക്കാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗോൾഡ്. ആ ചാർജ് വരുന്നത് എത്രമാത്രം ഗോൾഡാണോ നമ്മൾ വെച്ചത്, അല്ലെങ്കിൽ എത്രമാത്രം പുരയിടത്തിൻ്റെ ഇപ്പോൾ 50 സെൻറ്റ്, 1 ഏക്കർ, 5 ഏക്കർ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ എമൗണ്ട്, ഒരു ചാർജ് ബാങ്ക് ഈടാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു DD, ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ഒരു DD അല്ലേ. ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് വേറൊരു ഫെസിലിറ്റിയാണ് ബാങ്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. എന്താണ് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ മേന്മ അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് നോക്കാം. ടു സെൻഡ് മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ, നോട്ട് നെസസറി ടു ഹാവ് ആൻ അക്കൗണ്ട്. അതായത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ DD നമ്മൾ ചെയ്യുന്നതിന് എന്താ പറയുക, ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അക്കൗണ്ട് വേണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, DD വേറൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഫെസിലിറ്റി ബാങ്ക് തരുന്നത് എന്താണ്? ഡിമാൻഡ് ഡ്രാഫ്റ്റിനുള്ള ഫെസിലിറ്റി ഉണ്ട് അല്ലേ. DD, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? മെയിൻ ഉദ്ദേശം എന്താ DDയുടെ? യെസ്, ടു സെൻഡ് മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയോ, ഒരു അക്കൗണ്ടിൻ്റെ ആവശ്യം പറയുന്നില്ല. അതപ്പോൾ വളരെയധികം നല്ലൊരു അഡ്വാൻറ്റേജ് ആണല്ലേ അത്. ഇനി നമുക്ക് നോക്കാം മെയിൽ ട്രാൻസ്ഫർ. അടുത്തൊരു ഫെസിലിറ്റിയാണ് മെയിൽ ട്രാൻസ്ഫർ. നോക്കിയേ, transfer money from anywhere in the world either to one's own account or to someone else. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുക? മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ഫെസിലിറ്റി തന്നിരിക്കുന്നത് ടെലഗ്രാഫിക് ട്രാൻസ്ഫർ ആണ്. അതായത് മെസ്സേജ് വഴി നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഴ്സാണ് എന്ത്? ടെലഗ്രാഫിക് ട്രാൻസ്ഫർ. എന്താ അത്? മെക്കാനിസം വിച്ച് യു ക്യാൻ ട്രാൻസ്ഫർ മണി ത്രൂ എ മെസ്സേജ്. അത് ശ്രദ്ധിക്കുക, സന്ദേശത്തിലൂടെ പണം അയക്കാനുള്ള സംവിധാനമാണ് എന്തിലുള്ളത്? ടെലഗ്രാഫിക് ട്രാൻസ്ഫറിലുള്ളത്. ആൻഡ് ഫാസ്റ്റർ ദാൻ മെയിൽ ട്രാൻസ്ഫർ. ഈ ഒരു പ്രോസസ്സ് മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ്. അതാണ് ടെലഗ്രാഫിക് ട്രാൻസ്ഫർ. ടെലഗ്രാഫിക് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, മെസ്സേജ് വഴിയാണ് ഇവിടെ ട്രാൻസ്ഫറിങ്. മെസ്സേജ് അതായത് സന്ദേശത്തിലൂടെ പണം അയക്കാനുള്ളൊരു സംവിധാനത്തെയാണ് എന്ത് പറയുക? ടെലഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് ATM. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണല്ലേ ATM. എന്താ ഫുൾ ഫോം ATMൻ്റെ? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻസ്. ഓക്കെ, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനാണ് ATM. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയല്ല ഇത് ഉപയോഗിക്കണം എന്നൊക്കെ നോക്കാം.
It provides the opportunity to deposit and withdraw money anytime without going to the bank. നോക്കിയേ, ബാങ്കിൽ പോവാതെ എമൗണ്ട് നമുക്ക് മണി ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനോ സാധിക്കുന്ന ഒരു മേഖലയാണ് എന്ത്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ATM എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയോ നമുക്ക് നോക്കാം. ATMൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒരു ATM കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെ കാണും? അതിനൊരു കാർഡ് നമ്പർ ഉണ്ടാവും. പിന്നെയോ നെയിം ഓഫ് ദ ബാങ്ക്, അതിൽ ബാങ്കിൻ്റെ പേരുണ്ടാവും. എംബ്ലം ഉണ്ടാവും, ബാങ്കിൻ്റെ എംബ്ലം. ഇപ്പം നമുക്കറിയാം ഡിഫറെൻറ്റ് ബാങ്കിന് ഡിഫറെൻറ്റ് എംബ്ലംസ് ആണ് അല്ലേ. ആ എംബ്ലം ഉണ്ടാവും. നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, ആരുടെ അക്കൗണ്ടിലാണോ ATM കാർഡ് ഉള്ളത് ആ അക്കൗണ്ട് ഹോൾഡറുടെ പേര് അതിലുണ്ടാവും. പിന്നെയോ വാലിഡിറ്റി, ആ ATMന് എത്ര വരെ കാലാവധി ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒരു ATM കാർഡ് കിട്ടുമ്പോൾ ഇതെല്ലാം അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യില്ലേ? ഇനി നമുക്ക് നോക്കാം ടൈപ്പ് ഓഫ് കാർഡ്. കാർഡിൻ്റെ ജനറലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് കാർഡാണ്. ഏതൊക്കെ? ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും. ഓക്കെ, നമുക്കത് നോക്കാം. എന്തൊക്കെയാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ബി ഫോളോഡ് വൈൽ യൂസിങ് ATM കാർഡ്സ്. ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡിന് മുമ്പ് ഇതൊന്ന് ശ്രദ്ധിച്ചേ. ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് നോ വൺ അറ്റ് ദ കൗണ്ടർ. നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യാനോ ഡിപ്പോസിറ്റ് ചെയ്യാനോ പോകുമ്പോൾ അവിടെ ആ ATM കൗണ്ടറിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഡു നോട്ട് ഷെയർ ദ ATM പിൻ നമ്പർ. നമുക്ക് ATMന് ഒരു പിൻ നമ്പർ ഉണ്ട് അല്ലേ, ആ നമ്പർ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെയോ assure the balance amount on receiving the receipt of money withdrawal. അതായത് പിൻവലിച്ച ശേഷം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5,000 വിഡ്രോ ചെയ്തിട്ട് ആ ബാലൻസ് എമൗണ്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ക്ലോസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഡു നോട്ട് കെയർലെസ്ലി ത്രോ എവേ ദ റെസിപ്റ്റ്. നമുക്കൊരു റെസിപ്റ്റ് കിട്ടും അല്ലേ, ഫൈനലി ആ റെസിപ്റ്റ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. ഇതൊക്കെ എന്താ പറയുക, മിസ്യൂസ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് വേണം ATM കാർഡ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് മണി. എന്താ ഈ പ്ലാസ്റ്റിക് മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ക്രെഡിറ്റ് കാർഡിനെയാണ് നമ്മൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. നോക്കുക, വിത്തൗട്ട് കീപ്പിംഗ് മണി ഇൻ ഹാൻഡ് ഓൾ മണി റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി ഫുൾഫിൽഡ് ബൈ യൂസിങ് കാർഡ്സ്. സച്ച് കാർഡ്സ് ആർ കോൾഡ് പ്ലാസ്റ്റിക് മണി. അതായത് പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റുന്നതിനെയാണ് എന്ത് പറയുക, പ്ലാസ്റ്റിക് മണി എന്ന് പറയുക. നമ്മുടെ കയ്യിൽ സോളിഡ് എമൗണ്ട് ക്യാഷ് ആയിട്ട് ഉണ്ടാവില്ല അല്ലേ. അത്തരം അവസ്ഥയിൽ ഈ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ എസ്പെഷ്യലി ക്രെഡിറ്റ് കാർഡൊക്കെ നമ്മളുടെ അക്കൗണ്ടിൽ പോലും പൈസ ഇല്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ഇടുകയും ആ എമൗണ്ട് വെച്ച് നമുക്ക് പല കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം, വസ്തുക്കൾ വാങ്ങാം അല്ലേ. അങ്ങനെ അല്ലെങ്കിൽ കാറൊക്കെ വാങ്ങണമെങ്കിൽ നമ്മളുടെ കയ്യിലൊരു 75,000 രൂപയുള്ളൂ, നമുക്കൊരു 25,000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 75 + 25 1 lakh നമുക്ക് അഡ്വാൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ബാങ്ക് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് തരികയും അത് നമുക്ക്, പക്ഷേ ഇതിനൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലാണ് ബാങ്ക് തരിക. ആ പീരീഡിനുള്ളിൽ നമ്മളത് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അഡീഷണൽ ചാർജ് അവർ ഈടാക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്തരം കാർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. അപ്പം നോക്കുക, പ്രൊവൈഡ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി വിച്ച് ഹെൽപ്സ് ഇൻ പർച്ചേസിങ് പ്രോഡക്റ്റ് വിത്തൗട്ട് ഹാവിങ് ടു കീപ് മണി ഓൺ പേഴ്സൺ. നമ്മുടെ കയ്യിൽ ഏതൊരു ഇൻഡിവിജ്വലിനെ എടുത്താലും നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട്, ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് തരും. ആ എമൗണ്ടിനെയാണ്, ഇത് എത്തരം കാർഡുകളിലുള്ളൂ, ക്രെഡിറ്റ് കാർഡിലേ ഉള്ളൂ.
ആ എമൗണ്ട് വെച്ച് ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് പല വസ്തുക്കളും പല സാധനങ്ങളും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ആ ക്യാഷ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് ബാങ്ക് തരുന്നൊരു എന്താ പറയണേ അഡ്വാൻറ്റേജ് ആണ് അല്ലേ. നമ്മളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്ത് വേണം, ആ ഫിക്സഡ് ടൈമിനുള്ളിൽ നമ്മൾ ക്യാഷ് ബാങ്കിലേക്ക് റീഫണ്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ അത് നമ്മുടെ സിവിൽ സ്കോറിനെയൊക്കെ വളരെ എന്താ പറയുക വളരെയധികം ബാധിക്കുന്നൊരു സംഭവമാണ് ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ നോക്കിയേ, ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി പർച്ചേസ്ഡ് ഈവൻ വിത്തൗട്ട് ഹാവിങ് സഫിഷ്യൻറ്റ് ക്യാഷ് ഇൻ വൺസ് അക്കൗണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലാതെ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇത്തരം സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുക, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അതുപോലെ മണി ഹാസ് ടു ബി റിമിറ്റഡ് ടു ദ ബാങ്ക് ലേറ്റർ വിതിൻ എ സ്പെസിഫിക് പീരീഡ്. അതായത് നിശ്ചിത സമയത്തിനകം പണം നിക്ഷേപിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്കൊരു ടൈം പീരീഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ വിതിൻ ദാറ്റ് ടൈം പീരീഡിൽ നമ്മൾ തിരിച്ച് ബാങ്കിന് ആ പൈസ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ചാർജസ് വരും. ഇനി നോക്കിക്കേ, മോഡേൺ ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് രംഗത്തെ ആധുനിക പ്രവണതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള എന്താ, ഇലക്ട്രോണിക് ബാങ്കിങ്. നമുക്കറിയാം അല്ലേ, നമ്മൾ ഇത്രയും കാലം എന്ത് ചെറിയ ആവശ്യത്തിന് പോലും ബാങ്കിൽ നേരിട്ട് ചെന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ഇലക്ട്രോണിക് തരംഗം. അതുകൊണ്ട് എന്താ ഗുണം, ഈ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മേഖലയിലൊക്കെ നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് ഏത് സമയം, അതാണ് പറയുന്നത് എനി ടൈം എനിവെയർ ബാങ്കിങ്. ഏത് സമയത്തും എവിടെയും നമുക്ക് ബാങ്കിങ് സമ്പ്രദായം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോൺ ബാങ്കിങ്, ഇതിനെല്ലാം ഇലക്ട്രോണിക് ബാങ്കിങ് വന്നതോടുകൂടി വളരെയധികം സൗകര്യമാണ് അല്ലേ. നമുക്കിപ്പോൾ ഈവൻ എത്ര ലേറ്റ് നൈറ്റ് ആണെങ്കിൽ പോലും മണി ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാങ്കിൽ ഡയറക്റ്റ് പോവാതെ തന്നെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ, നമുക്ക് വളരെയധികം ടൈം സേവിങ് ആണല്ലേ. ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം വരെയാണ് ബാങ്ക് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഈ ബാങ്കിങ്ങിൽ ഫുൾ 24 hours നമുക്ക് ബാങ്കിങ് മേഖലയിലെ പല കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വിതിൻ സെക്കൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എനി ടൈം ബാങ്കില്ലേ, എല്ലാ സമയത്തും എല്ലായിടത്തും ബാങ്കിങ് സമ്പ്രദായം. അതുപോലെ നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോൺ ബാങ്കിങ്, ഇതെല്ലാം ഇതിൻ്റെ ഒരു മേന്മയാണ്. ഇനി നമുക്ക് നോക്കാം, a method by which all transaction can be carried out through net banking and telebanking. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതി. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിലിരുന്നാണ് നമ്മുടെ എല്ലാ ബില്ലിംഗ് സിസ്റ്റം, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല്, വെള്ളക്കരം, അതുപോലെ തന്നെ എന്താ ടെലിഫോൺ ബില്ല്, ഇങ്ങനെ എല്ലാ പ്രോസസ്സും നമ്മൾ നടത്തുന്നത് എന്തിലൂടെയാണ്, ത്രൂ മൊബൈൽ, അതായത് ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നെറ്റ് ബാങ്കിങ് സമ്പ്രദായം ഉപയോഗിച്ചാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഓരോ ആവശ്യത്തിന് പല പല ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നില്ല. എന്തുമാത്രം ടൈം സേവിങ് ആണ് നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ അടുത്ത് നമുക്ക് നോക്കാം, കോർ ബാങ്കിങ്. എന്താണ് കോർ ബാങ്കിങ് സിസ്റ്റം? അതായത് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് ആണ്. ഫുൾ ഫോം പഠിക്കണേ, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. കോർ ബാങ്കിങ്, കോർ, ഓക്കെ. അതിൻ്റെ ഫുൾ ഫോം കറക്റ്റായിട്ട് പഠിക്കുക. എന്താണ് സെൻട്രലൈസ്ഡ്, ഓ ഓൺലൈൻ, ആൻഡ് ആർ റിയൽ ടൈം, ഈ എക്സ്ചേഞ്ച് ബാങ്കിങ്. എന്താണ് ഈ കോർ ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രാൻസാക്ഷൻ, അതായത് പല ബാങ്കുകൾ, നമുക്കറിയാം ഡിഫറെൻറ്റ് ബാങ്ക്സ് ഉണ്ട് അല്ലേ, നമ്മളുടെ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ബാങ്ക്സ് റൺ ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ബ്രാഞ്ചസിലുള്ള ഒരു മേഖല, എല്ലാ ബാങ്കിൻ്റെയും എല്ലാ ബ്രാഞ്ചസും ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റിലേക്ക് ക്രോഡീകരിച്ച് എന്ത് ചെയ്യും, ബാങ്കിങ് സംവിധാനം വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ട്രാൻസാക്ഷൻ ഹാവ് ബിക്കെയിം സിമ്പിൾ. ഇടപാടുകൾ കോർ ബാങ്കിങ് വന്നതോടുകൂടി വളരെ ലളിതമായി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് SBI, പുത്തൻകുരിശ് SBIയിൽ നമുക്കൊരു
ബ്രാഞ്ച് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും SBIയിൽ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അതാണ് എല്ലാ ബ്രാഞ്ചിനെയും ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, എല്ലാ ബാങ്കിൻ്റെയും എല്ലാ ബ്രാഞ്ചിൻ്റെയും. അപ്പം നമുക്കറിയാം ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും അണ്ടറുള്ള ATM കാർഡിൽ നിന്ന് ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ an individual can send money from his bank account to his friend account elsewhere. ഒരാൾക്ക് തൻ്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തുള്ള തൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ എന്തൊരു സൗകര്യങ്ങളാണ് ഉള്ളത് ഈ ബാങ്കിങ് മേഖല വന്നതോടുകൂടി. അതുപോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് ഓൾ ബാങ്ക്സ് ആർ ബ്രോട്ട് അണ്ടർ എ സെൻട്രൽ സെർവർ so that banking services from one bank to another is made possible. ഇതാണ് മെയിനായിട്ട് കോർ ബാങ്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ക്രമീകരിച്ചിട്ടുള്ള സംവിധാനമാണ് കോർ ബാങ്കിങ് എന്ന് പറയുക. ഇത് വളരെ ഇതാണ് മെയിൻ പോയിന്റ്. ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അതായത് എല്ലാ ബാങ്കിൻ്റെ ബ്രാഞ്ചസും ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിലാണ്, ഒരു കുടക്കീഴിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് ആ ബാങ്ക് സേവിങ്സ് കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ ATM ഓർത്തിരുന്നാൽ മതി. ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് ബാങ്കിലെ ATM കാർഡ് കൗണ്ടറിൽ നിന്നാണെങ്കിലും മണി ട്രാൻസാക്ഷൻ ചെയ്യാം. പക്ഷെ ഒരു ചെറിയൊരു എമൗണ്ട് അവർ ഈടാക്കും. ഒരു ചെറിയ ബാങ്ക് ഡിഫറെൻറ്റ് ബാങ്ക്സ് ആണെങ്കിൽ അതനുസരിച്ച് അവരൊരു ചാർജ് ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പഠിക്കാം. അതായത് സഹകരണ ബാങ്കുകൾ. നമുക്കറിയാം അല്ലേ, നമ്മളുടെ അടുത്തൊക്കെ സഹകരണ ബാങ്കുകൾ ഇഷ്ടം പോലെ എല്ലാവരും എല്ലാ ബാങ്കും അറിഞ്ഞിരിക്കണം. കോഓപ്പറേറ്റീവ് ബാങ്കൊക്കെ നിയർ ബൈ എല്ലാ വില്ലേജസിലും ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ളതാണ് അല്ലേ. അതുപോലെ യൂണിയൻ ബാങ്ക് ഉണ്ട്, SBI ഉണ്ട്, പഞ്ചാബ് ബാങ്ക്, ഇങ്ങനെ ഡിഫറെൻറ്റ് ബാങ്ക്സ് ഉണ്ട്. എല്ലാ ബാങ്കിനെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ബോർഡ് കണ്ട് അതൊക്കെ വായിച്ച് നോക്കുക. അവിടെ വെച്ചിരിക്കുന്ന എംബ്ലംസ് എല്ലാ ബാങ്കിനും ഒരേ എംബ്ലംസ് ആണോ? അല്ല, ഡിഫറെൻറ്റ് എംബ്ലംസ് ആണ്. അതെല്ലാം കൂട്ടുകാർ റെക്കഗ്നൈസ് ചെയ്യണം. നോക്കിയേ, കോഓപ്പറേറ്റീവ് ബാങ്ക്സിൽ പ്രൊവൈഡ് മോണിറ്ററി ഹെൽപ്പ് ടു കോമൺ പീപ്പിൾ, എസ്പെഷ്യലി ദ വില്ലേജേഴ്സ്. അതായത് മെയിനായിട്ട് വില്ലേജേഴ്സ്, ഗ്രാമവാസികൾക്ക്, സാധാരണ ജനങ്ങളിലേക്ക് സേവനങ്ങൾ കൊടുക്കുന്ന ബാങ്കുകളാണ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതായത് കോഓപ്പറേഷൻ, അതുമാണ് സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പൊക്കെ കൊടുക്കുന്നതാണ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. ലക്ഷ്യം സാധാരണക്കാർക്കും ഗ്രാമീണർക്കും സാമ്പത്തിക സഹായം നൽകുക. കൂടാതെ എന്തൊക്കെ അന്ന് നോക്കാം. മെയിൻ എയിം ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൊവൈഡ് ലോൺ ടു ദ പബ്ലിക്. പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് വായ്പ നൽകുന്നു. അതുപോലെയോ പ്രൊട്ടക്ട് ദ വില്ലേജേഴ്സ് ഫ്രം പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്. സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക. അത് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഫണ്ട് ഇതുപോലെയുള്ള കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും, അല്ലെങ്കിൽ ബ്ലേഡിൽ നിന്നൊക്കെ ആളുകൾ പലിശ എടുത്ത് ഒത്തിരി അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടല്ലേ. ടൈമിൽ അത് അവർക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റാതെ വരിക, പിന്നെ കൂടുതൽ ചാർജ് അവരിൽ നിന്ന് ഈടാക്കുക, അങ്ങനെ ആത്മഹത്യ പോലും ചെയ്യാറുണ്ട് പല ആളുകളും ഇതുപോലെ ബ്ലേഡിൽ നിന്ന് പണമെടുത്ത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ജനങ്ങളെ സേവ് ചെയ്യുക, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഓരോ ഗ്രാമത്തിലും ഈ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊവൈഡ് ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. വളരെ കുറഞ്ഞ നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും ഇത്തരം ആളുകൾക്ക് ലോൺ കൊടുക്കുന്നത്. അതുപോലെ എൻകറേജ് സേവിങ് ഹാബിറ്റ് എമംഗ് ദ പീപ്പിൾ. ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്നു. അപ്പോൾ നമുക്കറിയാം ഈ കുടുംബശ്രീ പോലെയുള്ള ഓരോ പ്രസ്ഥാനങ്ങൾ ആളുകൾ ഇപ്പം നമ്മുടെ
എന്താ പറയുക, ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന, എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് കുടുംബശ്രീ. ഈ കുടുംബശ്രീയിലുള്ള ആളുകളൊക്കെ പലതരം ജോലികൾ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഫണ്ടുകൾ ആ കുടുംബശ്രീയിൽ ഒരു സെക്രട്ടറിയോ പ്രസിഡൻ്റോ ഒക്കെ ഉണ്ടാവും അല്ലേ, അവർ മുഖേന ഈ നിക്ഷേപം കളക്ട് ചെയ്യുകയും അത് അടുത്തുള്ള കോപ്പറേറ്റീവ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇങ്ങനെ നിയർ ബൈ ഉള്ള ബാങ്കിൽ അവരൊരു നിക്ഷേപമായിട്ട് അത് നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിക്ഷേപത്തെ ബേസ് ചെയ്ത് ഈ ബാങ്കുകളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ഒരു ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കും, ചെറിയ ഇൻട്രസ്റ്റിൽ ലോണുകൾ കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ശാക്തീകരണവുമായി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എക്കണോമിക് ലെവൽ, ഒരു എന്താ പറയുക സർക്കുലേഷൻ ഓഫ് മണിയാണ് നല്ലൊരു എക്കണോമി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു നല്ല എക്കണോമിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതായത് ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് തന്നെ 3 തലത്തിലുണ്ട്. സ്റ്റേറ്റ് ലെവലിലുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിലുണ്ട്, അതുകൊണ്ട് തന്നെ പ്രൈമറി ലെവലിലുണ്ട്. നമുക്കത് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കി, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാന സഹകരണ ബാങ്ക്. അപ്പോൾ ഇവരുടെ മെയിൻ നോക്കുക, അപ്പെക്സ് ബോഡി ഇൻ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെക്ടർ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇവരെ കൺട്രോൾ. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സെക്ടറാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെക്ടറാണ്. അതുപോലെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതായത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലും അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ബാങ്കുകളെയാണ് ഈ പ്രൈമറി സെക്ടർ എന്ന് പറയുക. ഈ ബാങ്കുകളിലേക്കൊക്കെ ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുകയും അതുപോലെ ബാങ്ക് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ആരുടെ ജോലി? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലി. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് ഏത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. പിന്നെയോ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആർക്ക് സാമ്പത്തിക സഹായം കൊടുക്കും? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിനും സാമ്പത്തിക സഹായം കൊടുക്കുകയും അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെ ഒരു ബാങ്ക് റൺ ചെയ്യണം, എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര എമൗണ്ടിന് ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് ഉണ്ട്, ഇതിനൊക്കെ എത്തരം ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നത് ആരാണ്? ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അതുപോലെ നമുക്ക് അടുത്ത് നോക്കാം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. എന്താ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡ്യൂട്ടി അഥവാ ജില്ലാ സഹകരണ ബാങ്കുകൾ? എന്താ അത്? ഓപ്പറേറ്റ് അറ്റ് ഡിസ്ട്രിക്ട് സെൻറ്റേഴ്സ്, ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ടു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. അതുപോലെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിന് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നു. സാധാരണ ഗ്രാമങ്ങളിൽ പഞ്ചായത്ത് ഏരിയയിലൊക്കെ റൺ ചെയ്യുന്ന കോപ്പറേറ്റീവ് ബാങ്ക്സിനെയാണ് എന്ത് പറയുക? പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിന്. ഓക്കെ, പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സാമ്പത്തിക സഹായവും ഉപദേശവും നൽകുന്നു. അപ്പോൾ വിട്ടുപോകരുത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡ്യൂട്ടി എന്താ? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനെയും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്, 2 ബാങ്ക് ഉണ്ടല്ലോ, സ്റ്റേറ്റിൻ്റെ താഴെ ഡിസ്ട്രിക്റ്റും പ്രൈമറി ലെവലും ഉണ്ട് അല്ലേ. ഈ 2 മേഖലയിലും ഫിനാൻഷ്യൽ ഹെൽപ്പും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡ്യൂട്ടി. ഇനി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എടുത്താലോ, ബാങ്കിൻ്റെ കീഴിൽ ഒരേ ഒരു ബാങ്കേ ഉള്ളൂ. ഏതാ? പ്രൈമറി ബാങ്ക് ഉള്ളൂ അല്ലേ, പ്രൈമറി ലെവലിലുള്ള ബാങ്ക് ഉള്ളൂ. ആ ബാങ്കിന് ഫിനാൻഷ്യൽ ഹെൽപ്പും ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. നോക്കിയേ, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. എന്താ അത്? പ്രാഥമിക സഹകരണ ബാങ്കുകൾ. എവിടെയാണ് റൺ ചെയ്യുന്നത്? ഫങ്ഷൻസ് ഇൻ വില്ലേജസ്, ഗ്രാമങ്ങളിലാണ് ഇത്തരം ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ആൻഡ് ഏരിയ ഓഫ് ഫങ്ഷനിങ് ഈസ് ലിമിറ്റഡ്, പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി കുറവാണ്. നമുക്കറിയാം ഗ്രാമങ്ങളിൽ ഓരോ ഗ്രാമം എടുത്താലും ഇപ്പം ഒരു ഗ്രാമത്തിൽ ചിലപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കേ കാണുകയുള്ളൂ.
അതുപോലെ എൻകറേജ് സേവിങ് ഹാബിറ്റ് ഇൻ വില്ലേജേഴ്സ്. ബാങ്കിൻ്റെ മെയിൻ മോട്ടോ എന്താ? ഗ്രാമീണരുടെ സമ്പാദ്യശീലം അല്ലേ? ഗ്രാമത്തിൽ നമുക്ക് കാണാം പല തലത്തിലുള്ള ആളുകളുണ്ടാവും. ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവരുണ്ടാവും, ഡെയിലി എന്തെങ്കിലും ചെറിയ ചെറിയ തൊഴിലുകൾക്ക് പോയി സമ്പാദിക്കുന്നവരുണ്ടാവും, ഡെയിലി കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ള പല വിവിധങ്ങളായ മാർഗത്തിലൂടെ എന്താ പറയുക, മണി സമ്പാദിക്കുന്നവരെ അല്ലെങ്കിൽ സമ്പാദനശീലമുള്ളവരെ എന്ത് സംഭവിക്കും? ഈ കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ഇവരെവിടെ കൊണ്ടുവന്ന് നിയർ ബൈ കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അവർക്കൊരു സേവിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടോയും കൂടിയാണ് ആർക്കുള്ളത്? പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനുള്ളത്. അതുപോലെ പ്രൊവൈഡ് ലോൺസ് ടു വില്ലേജേഴ്സ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും കൊടുക്കുന്നു. ഇപ്പോൾ സാധാരണ ബാങ്കിനെ അപേക്ഷിച്ച് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും ഗ്രാമീണർക്ക് പലിശ, അതായത് ഡിഫറെൻറ്റ് ലോൺസിന് പലിശ ഈടാക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ കുറിച്ച് പഠിക്കാം. എന്താ? വികസന ബാങ്കുകളാണ്. എന്താ വികസന ബാങ്കുകൾ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വാക്കിൽ നിന്നറിയാം അല്ലേ എന്തിനു വേണ്ടിയാ? വികസനത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാങ്കാണ്. അതായത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പോലെയുള്ള മേഖലയിലൊക്കെ ഹെൽപ്പ് കൊടുക്കുന്ന ഒരു ബാങ്കാണ് ഏത്? ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയാം. നമുക്ക് നോക്കാം. പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ഫോർ വേരിയസ് നീഡ്സ് സച്ച് ആസ് മോഡേണൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. നോക്കി, വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണത്തിനും നവീകരണത്തിനും, അതായത് നല്ല രീതിയിൽ വ്യവസായം തുടങ്ങാനും, ഇനി വ്യവസായം തുടങ്ങി ഇപ്പം പൊതുവെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസായം ഒന്നോടെ മോഡേണൈസ് ചെയ്യാനുമുള്ള ലോണൊക്കെ കൊടുക്കുന്നത് ആരാണ്? ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നാണ് സാധാരണ ലോൺ എടുക്കുന്നത്. അതുപോലെ ലോൺ ടു അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് സെക്ടേഴ്സ്. അതുകൊണ്ട് കാർഷിക രംഗത്തും, ഷായല്ല ഇവിടെ ചെറിയൊരു ഷായാണ് കേട്ടോ. കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും വായ്പകൾ കൊടുക്കുന്നു. ഇത്തരം ബാങ്കുകൾ, ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ അല്ലെങ്കിൽ വികസന ബാങ്കുകൾ കാർഷിക രംഗത്തും അതുപോലെ ട്രേഡ് വ്യവസായങ്ങൾ തുടങ്ങാൻ, വാണിജ്യങ്ങൾ തുടങ്ങാനൊക്കെ കൂടുതലായിട്ട് ലോൺ കൊടുക്കാറുണ്ട്. അതായത് ഇത്തരം സ്ഥാപനങ്ങൾ വന്നാൽ മാത്രമേ നമ്മളുടെ എക്കണോമിയെ സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. രാജ്യത്തിന് തന്നെ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നല്ല വികസനം വേണം അല്ലേ? രാജ്യത്ത് നല്ല വികസനം, ഡിഫറെൻറ്റ് രീതിയിലുള്ള വ്യവസായങ്ങളുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ രാജ്യത്ത് വികസനം വരികയുള്ളൂ. ഇപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം വരികയാണെങ്കിൽ നിയർ ബൈ ആ ഏരിയയിലുള്ള മിക്ക ആളുകൾക്ക് ഒരു തൊഴിൽ കിട്ടും. അപ്പോൾ ആളുകളുടെ കയ്യിൽ മണി ഉണ്ടാവും. പൈസ ഉണ്ടാകുമ്പോൾ ഈ മണി പല ആവശ്യത്തിനു വേണ്ടി അവർ ഉപയോഗിക്കും. അങ്ങനെ ഒരു മണി സർക്കുലേഷൻ ഉണ്ടാവുകയും ഒരു സ്റ്റേബിൾ എക്കണോമി ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഡെവലപ്മെൻറ്റ് ബാങ്കിനൊരു എക്സാമ്പിളാണ് IFCI. എന്താ അതിൻ്റെ ഫുൾ ഫോം? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IFCI ഇതിൻ്റെ ഫുൾ ഫോം എന്താ? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത്തരം ബാങ്കാണ്, ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അതുപോലെ നോക്കുക, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇത്തരം ബാങ്കുകളുടെ മെയിൻ അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് വർക്ക് ആസ് ആൻ ഏജൻറ്റ്. ദാറ്റ് ഹെൽപ്സ് ഇൻ എന്തിനൊക്കെ വേണ്ടിയാ? ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. കൃഷി, വ്യവസായം, വാണിജ്യ വികസനത്തിന് സഹായിക്കുന്ന ഒരു ഏജൻ്റായിട്ട് വർദ്ധിക്കുകയാണ് ഇത്തരം ബാങ്കുകൾ ചെയ്യുന്നത്. പിന്നെയോ നമുക്ക് നോക്കാം, പ്രൊവൈഡ് ലോൺസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസിംഗ് ലോൺ കൊടുക്കുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതുകൊണ്ട് ചെറുകിട വ്യവസായത്തിന് വേണ്ടുന്ന സംഭവങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട്. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ ഒന്നോടെ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇത് ലോൺ കൊടുക്കുന്ന ഇത്തരം ബാങ്കുകൾക്ക് എക്സാമ്പിളാണ് ഇത്തരം, അതായത് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഫീച്ചേഴ്സാണ് ഇവയെല്ലാം. പിന്നെ എന്തൊക്കെയാ? അടുത്ത ബാങ്ക് നമുക്ക് നോക്കാം, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. എന്താ? സവിശേഷ ബാങ്കുകൾ. ഇത്തരം ബാങ്കുകളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ലോൺസ് ഫോർ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് പ്രോഡക്ട്സ്. എന്തൊക്കെയാ?
ഉൽപ്പന്നങ്ങൾ കയറ്റിറക്കുമതി ചെയ്യാനായിട്ട് ഇത്തരം ബാങ്കുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ടു ഇൻഡിവിജ്വൽസ് ഹു കം ഇൻ ടു ദിസ് സെക്ടർ. അതായത് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നുണ്ട് ഇത്തരം ബാങ്കുകൾ. ഇനി നമുക്ക് നോക്കാം സ്പെഷ്യലൈസ്ഡ് ബാങ്കിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. provides help to establish new small scale industries and modernize existing industries. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് ഒന്നോടെ ഇംപ്രൂവൈസ് ചെയ്യാനും ഒന്നോടെ മോഡേണൈസിന് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് ബാങ്കാണ് ഇത്തരം ബാങ്കുകൾ. അതുപോലെ എയിം ഈസ് ടു വൈറ്റലൈസ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ഇത്തരം ബാങ്കുകളുടെ മെയിൻ മോട്ടോ. നോക്കിക്കേ, ഗ്രാമങ്ങളിലേക്ക് വ്യവസായത്തെക്കുറിച്ച് കൂടുതൽ അറിയിപ്പിക്കാനും അതുപോലെ ഈ വ്യവസായങ്ങൾ ഇൻഡസ്ട്രി മേഖല കൂടുതൽ എംപവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ബാങ്കുകളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നബാർഡ്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ, വളരെ ഫെമിലിയർ ആണ്. എന്താണ് നബാർഡ് ഫുൾ ഫോം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഫുൾ ഫോം പഠിച്ചിരിക്കണം. ഓക്കെ, എന്താ മെയിനായിട്ട് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനും ഉള്ള ബാങ്കാണ്. മെയിനായിട്ട് അവർ ഇത്തരം മേഖലകളിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എവിടേക്കാണ്? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസന മേഖലയിലുമാണ് മെയിനായിട്ട് പ്രവർത്തിക്കുന്നത്. Okay, the Apex Bank in India which function for the development of villages and agriculture. മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഗ്രാമങ്ങളിലേക്കും കൃഷിയിലേക്കുമാണ്. ഇനി നമുക്ക് നോക്കാം മറ്റു ഡീറ്റെയിൽസ്. ആൻഡ് യുണൈറ്റ്സ് ഓൾ ദ ബാങ്ക്സ് വിച്ച് ഓപ്പറേറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ്. ഗ്രാമീണ വികസനത്തിന് പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പലതരം ബാങ്കുകൾ, അത് നമുക്കിവിടെ അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മേഖലകളുണ്ട്, ബാങ്കുകളുണ്ട്. ഇവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഡ്യൂട്ടിയും ആരുടെ തന്നെയാണ്? നബാർഡ് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു അഗ്രികൾച്ചർ, ഹാൻഡിക്രാഫ്റ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എക്സെട്ര. എന്തിനൊക്കെയാണ് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നത്? കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് എന്ത് നൽകുന്നു? സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് ഇത്തരം ബാങ്കുകൾ. അതുപോലെ നമുക്ക് നോക്കാം ബാങ്ക് വിത്ത് സർട്ടൻ സ്പെസിഫിക് എയിംസ്. വേറെ കുറച്ച് ബാങ്കുകളോട്, ചെറുകിട ബാങ്കുകളോട് ഒരു സ്പെസിഫിക് എയിം വെച്ച്, ഒരു പർട്ടിക്കുലർ എയിം, ലക്ഷ്യം വെച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് ബാങ്കുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് വുമൺ എംപവർമെൻറ്റ് ഈസ് ഇന്ത്യാസ് എംപവർമെൻറ്റ്. അത് മഹിളാ ബാങ്കുകളുണ്ട്. അവരുടെ മെയിൻ മോട്ടോ എന്താണ്? വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നാണ് പറയുന്നത്. ഈ മഹിളാ ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ 2013 ബ്രാഞ്ചസ് ഇൻ വേരിയസ് സ്റ്റേറ്റിലെ തന്നെ പല ഇടത്തും ഇവരുടെ ശാഖകളുണ്ട്. എക്സെപ്റ്റ് എന്താ മെയിൻ ഡ്യൂട്ടി? എക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ഓൾ ആൻഡ് പ്രൊവൈഡ് ലോൺസ് മെയിൻലി ടു വുമൻസ്. നോക്കിയേ, എല്ലാവരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കും, പക്ഷെ മെയിനായിട്ട് ലോൺ കൊടുക്കുന്നത് ആർക്കാണ്? കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കാണ് അല്ലേ. നിക്ഷേപം എല്ലാവരിൽ നിന്നും സ്വീകരിക്കുകയും വായ്പ കൂടുതലും ആർക്കാണ് കൊടുക്കുന്നത്? വനിതകൾക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിന് ഇത്തരം പേര് വന്നത്, മഹിളാ ബാങ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ് ടു ഹെൽപ്പ് ദ ലോ ഇൻകം ഗ്രൂപ്പ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് മൈഗ്രേറ്റഡ് എംപ്ലോയീസ്. നോക്കിയേ, കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും പിന്നെയോ കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടതാണ് ഇത്തരം ബാങ്കുകൾ. ഓക്കെ, അതുപോലെ നോട്ട് പ്രൊവൈഡ് ഓൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ ദ ബാങ്ക്സ്. സാധാരണ എന്താ പറയുക, SBI പോലെയുള്ള ബാങ്കുകൾ ചെയ്യുന്ന പോലെ എല്ലാ ഫെസിലിറ്റീസും പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നില്ല ഇത്തരം ബാങ്കുകൾ. പൂർണ്ണ ബാങ്കിങ് സൗകര്യം ഇവ നൽകുന്നില്ല ഇത്തരം ബാങ്കുകൾ. ഓക്കെ, അതായത് ഹ്യൂജ് എമൗണ്ട് ലോൺ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇത്തരം ബാങ്കുകൾ, ചെറിയൊരു എമൗണ്ടിനായിരിക്കും ലോൺ കൊടുക്കുക. നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
എക്സെപ്റ്റ് ഡിപ്പോസിറ്റ് അപ് ടു ഓൺലി 1 lakh rupees ഫ്രം ഇൻഡിവിജ്വൽസ്. നോക്കിയേ, വ്യക്തികളിൽ നിന്ന് 1,00,000 രൂപ വരെ മാത്രം നിക്ഷേപം സ്വീകരിക്കുകയുള്ളൂ. പിന്നെയോ പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ആസ് സ്പെസിഫൈഡ് ബൈ ദ RBI. നിക്ഷേപങ്ങൾക്ക് RBI നിശ്ചയിച്ച പലിശയാണ് ഈടാക്കുന്നത്. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡു നോട്ട് പ്രൊവൈഡ് ലോൺസ്, വായ്പ നൽകുന്നില്ല, അത് ശ്രദ്ധിച്ചോളണം. അതുപോലെ ചാർജ് എ സ്പെസിഫിക് ഫീ ആസ് കമ്മീഷൻ ഫോർ ബാങ്ക് ട്രാൻസാക്ഷൻ. ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് അവർ ഈടാക്കുന്നുണ്ട്. പിന്നെയോ ഓൺലി ഡെബിറ്റ് കാർഡ് വിൽ ബി പ്രൊവൈഡഡ്. ഡെബിറ്റ് കാർഡുകൾ മാത്രമേ നൽകുന്നുള്ളൂ. എന്താ ഈ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സ് നമ്മുടെ അക്കൗണ്ടിലിടുന്ന അത് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഒരു കാർഡാണ് ഡെബിറ്റ് കാർഡൊക്കെ, അല്ലേ? അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് സൗകര്യമൊന്നും ഇത്തരം ബാങ്കുകൾക്ക് തരാറില്ല, ഡെബിറ്റ് കാർഡാണ് തരുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒരു ബാങ്കിങ് മേഖലയാണ് ഇത് മുദ്ര ബാങ്ക്. ഓക്കെ, ഇതും സാധാരണക്കാരുടെ ഇടയിലേക്ക് സേവനങ്ങൾ നൽകുന്ന ബാങ്കാണ് മുദ്ര ബാങ്ക്. നമുക്ക് നോക്കാം. റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ബാങ്ക്, ചെറുകിട വായ്പകൾക്ക് പുതുതായി അടുത്തിടെ അനുവദിച്ചൊരു ബാങ്കാണ് ഏത്? മുദ്ര ബാങ്ക്. എന്താണ് മെയിൻ? ചെറുകിട വ്യവസായങ്ങളെ എംപവർ ചെയ്യാൻ വേണ്ടിയാണ് മുദ്ര ബാങ്ക്. പ്രൊവൈഡിങ് ഷോർട്ട് ടേം ലോൺസ്, ഹ്രസ്വകാല വായ്പകൾ നൽകുന്നു. ഒരു 6 മാസത്തേക്ക്, അങ്ങനെ ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ വായ്പകൾ നൽകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ? പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു സ്മോൾ സ്കെയിൽ എൻ്റർപ്രണേഴ്സ്, ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. പിന്നെയോ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു മൈക്രോ ഫിനാൻസ്, മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അപ്പോൾ മെയിൻ മോട്ടോ എന്തൊക്കെയാണ്? യെസ്, പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് സ്മോൾ സ്കെയിൽ എൻ്റർപ്രണേഴ്സ്, ചെറുകിട സംരംഭകർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ മൈക്രോ ഫിനാൻസിൽ നിന്നൊക്കെ ആളുകൾ പോയി കുറച്ച് എമൗണ്ട് എടുക്കാറുണ്ട്, അല്ലേ? ആ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്കും ഫിനാൻഷ്യൽ സഹായം, അതായത് സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണ്? ഇത്തരം ബാങ്കുകളാണ്, മുദ്ര ബാങ്കാണ്. നമുക്ക് നോക്കാം. അടുത്തത്, ഇത്രയും നേരം നമ്മൾ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പഠിച്ചത്, അല്ലേ? ഇനി അതുകൂടാതെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവരുടെ ഫങ്ഷൻ എന്താ? ഡു ബേസിക് ഫങ്ഷൻ എക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ്. നോൺ ബാങ്കിങ് മേഖലയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, വായ്പകൾ നൽകുന്നുണ്ട്. ഓക്കെ, പിന്നെ നോട്ട് പെർഫോം ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ബാങ്ക്. മറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന പോലെ എല്ലാത്തരം ബാങ്കിങ് ഫെസിലിറ്റീസ് സൗകര്യങ്ങൾ ഇത്തരം ബാങ്കുകൾ ചെയ്യുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി. നോക്കാം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഓപ്പറേറ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBIയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇതിൻ്റെയും പ്രവർത്തനം. അതുപോലെ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനി ആക്ട് 1936. 1936 കമ്പനി ആക്ട് പ്രകാരമാണ് ഇതും ഈ നോൺ ബാങ്കിങ് മേഖലയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാ? ക്യാരി ഔട്ട് ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് ദ ബാങ്ക്. ബാങ്കിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങൾ മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. പൊതുവെ ബാങ്കുകൾ ചെയ്യുന്നത് നിക്ഷേപം സ്വീകരിക്കും, അല്ലേ? അതിനനുസരിച്ച് ചെറിയ ലോണുകളൊക്കെ കൊടുക്കും. അതാണ് പൊതുവെ നിക്ഷേപം സ്വീകരിക്കും, ലോണുകൾ കൊടുക്കും. പക്ഷേ ഡിഫറെൻറ്റ് ബാങ്കിലാണ് ലോൺ കൊടുക്കുന്നതിൻ്റെ എമൗണ്ടിനൊക്കെ വേരിയേഷൻസ് ഉണ്ട്. ഇത്തരം ബാങ്കുകൾ എല്ലാത്തരം നോൺ ബാങ്കിങ് ഫീൽഡിൽ, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാത്തരം ബാങ്കിങ് ഫെസിലിറ്റീസും അലൗഡ് അല്ല, അനുവദിക്കുന്നില്ല. നമുക്ക് നോക്കാം. മെയിൻ സർവീസസ് പ്രൊവൈഡഡ് ബൈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. എന്തൊക്കെയാണ് ഇവരുടെ മെയിൻ സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡ് ലോൺസ് ഫോർ ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസിന് വായ്പകൾ നൽകുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് TV, ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വായ്പകൾ നൽകുന്നുണ്ട്. പ്രൊവൈഡ് ലോൺ ഫോർ കൺസ്ട്രക്ഷൻസ് ഓഫ് ഹൗസ്. വീട് പണിയുന്നതിനും വായ്പകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡ് ഗോൾഡ് ലോൺ. സ്വർണ്ണ പണയത്തിന്മേൽ വായ്പ കൊടുക്കുന്നുണ്ട്. സ്വർണം വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും.
അതുപോലെ പ്രൊവൈഡ് ലോൺസ് ഓൺ ദ ബേസിസ് ഓഫ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഫിക്സഡ് ഡിപ്പോസിറ്റിനെ ബേസ് ചെയ്തിട്ട് പല ആളുകളും ബാങ്കിൽ FD ഇടാറുണ്ട് അല്ലേ, ഇത്ര കാലയളവിലേക്ക്. ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് 10 ലക്ഷം രൂപ ഇടുക, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എന്താ പറയുക നമുക്ക് 2 ലക്ഷം രൂപ ഇടുക. അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു നിശ്ചിത പർട്ടിക്കുലർ പീരീഡ് ഓഫ് നിശ്ചിത കാലയളവിൽ നമ്മൾ FD ഇടാറുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് എത്രമാത്രം FD ആണോ ഇട്ടിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തൊരു ലോൺ ബാങ്ക് അനുവദിക്കാറുണ്ട്. റണ്ണിങ് ചിട്ടി, അതുപോലെ ഇത്തരം നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതരം ചിട്ടികൾ നടത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ. അടുത്ത നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കാം. ഇതും ഒരു മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഒരു നിക്ഷേപ മാർഗമാണ്. കോമൺ മാൻ ഈസ് നോട്ട് ഓൾവേസ് ഏബിൾ ടു ഇൻവെസ്റ്റ് ഇൻ ദ ഷെയർ മാർക്കറ്റ് ഡയറക്റ്റ്ലി. സാധാരണ ആളുകൾക്ക് ഈ ഷെയർ മാർക്കറ്റിൽ ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല അല്ലേ. അത്തരം ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് നോക്കാം അതെങ്ങനെയൊക്കെയാണെന്ന്. മണി ഈസ് കളക്റ്റഡ് ഫ്രം വേരിയസ് ഇൻവെസ്റ്റേഴ്സ്. പല ആളുകളിൽ നിന്നും മണി കളക്ട് ചെയ്യുന്നു. ആൻഡ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഷെയർ മാർക്കറ്റ്. ഈ മണി അവിടെ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച് ഓഹരികളിൽ നിക്ഷേപിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ സാധാരണ ഒരു സെക്ടറിൽ മാത്രമായിരിക്കില്ല നിക്ഷേപിക്കുക, പല മേഖലയിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം എന്താ, എല്ലാ മേഖലയും എല്ലായ്പ്പോഴും നല്ല നഷ്ടത്തിലാണെന്നും ലാഭത്തിലാണെന്നും പറയാൻ പറ്റില്ല അല്ലേ. ചില മേഖലകളിൽ റൺ ചെയ്ത് നല്ല പ്രോഫിറ്റിലായിരിക്കും ഓഹരി വരിക, പക്ഷെ ചില മേഖലകളിൽ ചിലപ്പോൾ നഷ്ടം വന്നിരിക്കാം. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു മെത്തേഡ് അതാണ്. പല സെക്ടറിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അധികം നഷ്ടം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നഷ്ടം വന്നേക്കാം, ചിലപ്പോൾ ലാഭമായിരിക്കാം. ലാഭമായാലും നഷ്ടമായാലും എന്ത് ചെയ്യും, ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദിസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇത് ലാഭവും നഷ്ടവും വന്നാലും ഇത് നിക്ഷേപകർക്ക് എന്ത് ചെയ്യും, വീതിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇത് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിൽ മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. നോക്കിയേ, SBI മ്യൂച്വൽ ഫണ്ട് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. SBIയിലുണ്ട്. പിന്നെ നമുക്ക് നോക്കാം ഇൻഷുറൻസ് കമ്പനി, ലൈഫ് ഇൻഷുറൻസ് കമ്പനിയൊക്കെ ഇതുമാണ് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കി ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്താ, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ടു ഇൻഡിവിജ്വൽ ലൈഫ് ആൻഡ് വെൽത്ത്. ഇൻഷുറൻസ് കമ്പനീസാണ്. അപ്പം മെയിൻ ഡ്യൂട്ടി എന്താ, ജീവനും സ്വത്തിനും സാമ്പത്തിക സഹായം അല്ലെങ്കിൽ സാമ്പത്തിക സംരക്ഷണം നൽകുകയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ധർമ്മം. അതുപോലെ നോക്കിയേ, ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി എവിടെയാണ്, കൊൽക്കട്ടയിലാണ്. എന്താണ് സ്ഥാപിച്ചത്, ദ ഇയർ 1818 ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി കൊൽക്കത്തയിലാണ്. ഇനി നമുക്ക് എന്തൊക്കെ വസ്തുക്കളാണ് ഇൻഷുർ ചെയ്യുന്നതെന്ന് നോക്കാം. തിങ്സ് ദാറ്റ് ക്യാൻ ബി ഇൻഷുർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ലൈഫ്, വ്യക്തിയുടെ ജീവൻ ഇൻഷുർ ചെയ്യാറുണ്ട്. വെൽത്ത്, സ്വത്തുക്കൾ. പിന്നെയോ വെഹിക്കിൾസ്, വാഹനങ്ങൾ. ഐറ്റംസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനത്തിലുള്ള പല വസ്തുക്കളും ഇൻഷുർ ചെയ്യാറുണ്ട്. കൂടാതെ നോക്കിയേ, അഗ്രികൾച്ചർ ക്രോപ്സ്, കാർഷിക വിളകൾ ഇൻഷുർ ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ നാശനഷ്ടം, ഹെവി റെയിൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കർഷകൻ മുടക്കിയ ഒരു എമൗണ്ട് അവർക്ക് കിട്ടും. അതുപോലെ എക്സ്പോർട്ട് ഗുഡ്സ്, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. ടെമ്പററി എൻ്റർപ്രൈസസ്, താൽക്കാലിക സംരംഭങ്ങൾ, ഇവയെല്ലാം ഇൻഷുർ ചെയ്യാറുണ്ട് പൊതുവെ. ഇനി നമുക്ക് നോക്കാം LIC. നമുക്കറിയാം അല്ലേ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്താണ് മെയിൻ റോള്, ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണ് ഇവരുടെ മെയിൻ റോള്. അതുപോലെ നോക്കിയേ, ഇനി നമുക്ക് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് നോക്കാം. ഓക്കെ, ലൈഫ് ജീവനും ഇതിനൊന്നും അല്ലാണ്ട് വേറെയും പല വസ്തുക്കൾക്ക് ഇൻഷുർ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊട്ടക്റ്റ് ഇൻഡിവിജ്വൽ ഫ്രം ലോസ് ഡ്യൂ ടു ആക്സിഡൻറ്റ്സ് ആൻഡ് നാച്ചുറൽ കലാമിറ്റീസ് എക്സെട്ര. എന്തിനൊക്കെ, അപകടങ്ങൾ ഉണ്ടാവുക, പ്രകൃതി ദുരന്തം എന്നിവ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നാശനഷ്ടത്തിനാണ് ഇവർ
സംരക്ഷണം നൽകുന്നത്. അതാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മെയിൻ ഡ്യൂട്ടീസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് മൈക്രോ ഫിനാൻസ് ആണ്. എന്താ ഈ മൈക്രോ ഫിനാൻസ്? അതൊരു ചെറിയ ധനകാര്യ സ്ഥാപനമാണ് മൈക്രോ ഫിനാൻസ്. നോക്കി എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് നോക്കാം. ഹെൽപ്സ് ഇൻ എൻകറേജിങ് സേവിങ് ഹാബിറ്റ് എമംഗ് ദ ലോ ഇൻകം ഗ്രൂപ്പ്സ് ഇൻ ദ സൊസൈറ്റി. അതായത് സമൂഹത്തിലെ താഴ്ന്ന വരുമാനമുള്ള ആളുകൾക്ക് ഒരു സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവരുടെ മെയിൻ റോള്. ഹെൽപ്സ് ടു സീക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അതുപോലെ സ്വയം തൊഴിൽ സംരംഭത്തിന് സഹായിക്കുന്നു. ചെറിയ ചെറിയ ഒരു തയ്യൽ യൂണിറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ബേക്കറി തുടങ്ങാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വയം തൊഴിലിന് ഇവരുടെ ഒരു ഹെൽപ്പ് കൊടുക്കാറുണ്ട്. പിന്നെയോ പ്രൊവൈഡ് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ഇൻക്ലൂഡിങ് മൈക്രോ ക്രെഡിറ്റ് ടു കോമൺ പീപ്പിൾ. സാധാരണക്കാർക്ക് ലഘു വായ്പകൾ ഉൾപ്പെടെ സാമ്പത്തിക സേവനങ്ങളും ഇവർ നൽകുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തായി നമുക്ക് മേജർ ഗോൾസ് ഓഫ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽപ്സ് ഇൻ കളക്റ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ മൊബിലൈസിങ് മണി ഫ്രം ഇൻഡിവിജ്വൽസ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിൽ നിന്ന് പണം ശേഖരിച്ച് നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന്, നമ്മളെപ്പോഴും ബാങ്കിങ് സിസ്റ്റം അങ്ങനെയാണ് അല്ലേ, പൊതുജനങ്ങളിൽ നിന്ന് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ തുക മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുകയാണ് സാധാരണ ബാങ്കിങ് സിസ്റ്റം ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ ലോണൊക്കെ ആയിട്ട് കൊടുത്ത് സാമ്പത്തിക വികാസത്തിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെയോ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് സഹായിക്കുന്നു. കാരണം ഇത്തരം ബാങ്കുകൾ എന്താ പറയുക, ചെറിയ സ്വയം തൊഴിലൊക്കെ ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ജീവിത നിലവാരം തീർച്ചയായിട്ടും അതിലൂടെ മെച്ചപ്പെടും. പിന്നെയോ എൻകറേജ് സേവിങ് ഹാബിറ്റ്. ആളുകളിൽ സമ്പാദ്യശീലം വളർത്തുന്നു. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ എസ്പെഷ്യലി സ്ത്രീകളൊക്കെ എന്താ പറയുക, വില്ലേജ് ഏരിയാസിലുള്ള ചെറിയ ചെറിയ വരുമാനത്തിന് ജോലിക്ക് പോകുന്നവരുണ്ടാവും. ഇവരൊക്കെ അതിൽ നിന്ന് മിച്ചം വെച്ചിട്ട് ബാങ്കിൽ ഒരു സേവിങ്സ് ആയിട്ട് കൊണ്ടിടുന്നുണ്ട്. ഇത്തരം ബാങ്കുകൾ അതിനൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നോക്കാം, മെൻ ഓർ വുമൺ ഫ്രം സ്മോൾ ഗ്രൂപ്പ് നോട്ട് എക്സീഡിങ് 20. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഗ്രാമത്തിലല്ല എല്ലായിടത്തും തന്നെ എന്താ കുടുംബശ്രീയെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലും ഒരു ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ചെറിയൊരു സമ്പാദ്യശീലം അവരിലും നമ്മൾ എന്താ പറയുക ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരെയും ബാങ്കുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെൻ ഓർ വുമൺ ഫ്രം ഈച്ച് മെമ്പർ ഇൻവെസ്റ്റ് എ ഫിക്സഡ് എമൗണ്ട് ഇൻ ദ ഗ്രൂപ്പ്. നമുക്ക് നോക്കാം, ഇപ്പോൾ വയോജനങ്ങളിലാണെങ്കിലും പുരുഷന്മാരുടെ വയോജന ഗ്രൂപ്പുണ്ട്, സ്ത്രീകളുടെ ഉണ്ട്, കൂടാതെ കുടുംബശ്രീകളുണ്ട്. ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 10 തൊട്ട് 20 വരെയുള്ള ആളുകൾ മെമ്പേഴ്സ് ഉണ്ടാവും അല്ലേ. അതിൽ മിനിമം 10എങ്കിലും വേണമെന്നുണ്ട്. 10 തൊട്ട് 20 വരെയുള്ള മെമ്പേഴ്സിൽ അവർ എല്ലാ ആഴ്ചയിലും ഓരോ ആഴ്ചയും ജോലിക്ക് പോയിട്ട് ആ ഒരാഴ്ച കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് തുക മിച്ചം വെച്ചിട്ട് എന്ത് ചെയ്യും, ആ കുടുംബശ്രീ യൂണിറ്റിൽ ഒരു സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആരെങ്കിലും ഉണ്ടാവും. അവരുടെ കയ്യിൽ ഈ എമൗണ്ട് ഏൽപ്പിക്കുകയും ഈ എല്ലാ മെമ്പേഴ്സിൻ്റെയും എമൗണ്ട് കളക്ട് ചെയ്ത് അടുത്തുള്ള ബാങ്കിൽ, ഇത്തരം ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ചെയ്യും. മൈക്രോ ഫിനാൻസ് പോലുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് പോലുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ ആ സമ്പാദ്യത്തിനനുസരിച്ച് അവർക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുകയും അതിൻ്റെ ബേസിസിൽ ബാങ്ക് ഇവർക്കൊരു ലോൺ സാങ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, അവരുടെ ഒരു ജീവിതശൈലിയെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ കരുപിടിപ്പിക്കാനായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം 60 വയസ്സിന് കൂടുതലുള്ള പുരുഷന്മാരിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അവരും ഇതുപോലെ ഓരോ ആഴ്ചയിലും അവരുടെ ഒരുപക്ഷെ പെൻഷൻ വാങ്ങുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ചെറിയ ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്നവരായിരിക്കാം. അവരുടെ എല്ലാം ഒരു ചെറിയ എമൗണ്ട് അവർ മിച്ചം വെച്ചിട്ട് അവർ അത് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അതിനനുസരിച്ച് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുകയും ആ സമ്പാദ്യത്തിനെ ബേസ് ചെയ്ത് ലോണുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ അംഗവും ചെറിയ തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. എന്നിട്ടോ
ബാങ്ക് ഓൾസോ പ്രൊവൈഡ് ലോൺ അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ടു ദീസ് ഗ്രൂപ്പ്. അപ്പോൾ അവർ പിരിച്ചെടുക്കുന്ന ചെറിയ എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുകയും ഒരു കുറച്ച് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അതിനനുപാതികമായിട്ട് ബാങ്ക് ലോൺ കൊടുത്തും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലിശ വളരെ കുറഞ്ഞ പലിശ നിരക്കിലാണ് സംഘങ്ങൾക്ക് വായ്പ നൽകുക. അതുപോലെ സബ്സിഡി പോലെയുള്ള ബെനിഫിറ്റ്സും അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെയോ വർക്കിംഗ് ക്യാപിറ്റൽ, എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദ മെമ്പേഴ്സ് ആൻഡ് ലോൺ പ്രൊവൈഡഡ് ബാങ്ക് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവ രണ്ട് മൂലധനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദ മെമ്പേഴ്സ്. അപ്പോൾ മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു എമൗണ്ടും ലോൺ പ്രൊവൈഡഡ് ബൈ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ലോൺ എമൗണ്ടും കൂടി കൂടുന്നതാണ് എന്ത് പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അവരുടെ ഒരു മൂലധനം എന്ന് പറയുന്നത് അതാണ്. ദിസ് എമൗണ്ട് ഈസ് ഡിസ്ബേഴ്സ്ഡ് ആസ് എ ലോൺ എമംഗ് ദ മെമ്പേഴ്സ് ഇൻ നീഡ്, സ്മോൾ ഗ്രൂപ്പ് നോട്ട് എക്സീഡിങ് 20. ഈ തുക ആവശ്യമുള്ള അംഗങ്ങൾക്ക് ഇപ്പോൾ 20 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 20 മെമ്പേഴ്സിന് ആവശ്യമാണെങ്കിൽ 20 പേർക്കും ഈ തുക ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ഒരു ലോൺ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണെങ്കിൽ ഈ 2 ലക്ഷം രൂപ എന്ത് ചെയ്യും? 20 മെമ്പേഴ്സിനും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ 20 പേർക്ക് ആവശ്യമില്ല എങ്കിൽ ആവശ്യമുള്ള മെമ്പേഴ്സിന് ടോട്ടൽ എമൗണ്ട് അവർ ഇപ്പോൾ 10 പേർക്ക് മതിയെങ്കിൽ ആ 2 ലക്ഷം 10 മെമ്പേഴ്സിനും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതായത് എന്തൊരു ആവശ്യം ഏതൊരു വ്യക്തിക്കും, ഇപ്പോൾ ഗ്രാമത്തിൽ നമുക്കറിയാം സാധാരണ കുടുംബശ്രീ പോലെയുള്ള യൂണിറ്റിൽ സാധാരണ എന്താ പറയുക ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് കൊണ്ടുവന്ന എമൗണ്ട് നിക്ഷേപിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഒരു മകളുടെ കല്യാണ ആവശ്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെയുള്ള യൂണിറ്റുകൾ. നോക്കിയേ, ബൈ യൂസിങ് ദിസ് ക്യാപിറ്റൽ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് സെവറൽ സ്മോൾ സ്കെയിൽ യൂണിറ്റ് ഫങ്ഷൻ ടുഡേ. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഇത്തരം മൂലധനം ഉപയോഗിച്ച് ധാരാളം ചെറുകിട യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ചെറിയ സ്വയം തൊഴിൽ തുടങ്ങാനൊക്കെ ഒത്തിരി ലോൺ ബാങ്കുകൾ കൊടുക്കാറുണ്ട് ഇത്തരം യൂണിറ്റ്സിന്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം പിക്കിൾസ് ആൻഡ് സ്നാക്ക് യൂണിറ്റ്സ് അല്ലേ, അച്ചാറുകളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ചെറിയ യൂണിറ്റ് കാണാം. അതുപോലെ സോപ്പ് ആൻഡ് വാഷിംഗ് പൗഡർ യൂണിറ്റ്, സോപ്പ് പൊടി വാഷിംഗ് സോപ്പൊക്കെ ഉണ്ടാക്കാനുള്ള യൂണിറ്റിനൊക്കെ വേണ്ടി ഇവിടെ ഒരു ബോർഡ് കണ്ട് അശ്വതി ബാ സോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം ബാങ്കുകൾ ചെറിയ ചെറിയ ലോണുകൾ സ്വയം തൊഴിൽ ചെയ്യാനായിട്ട്, അപ്പോൾ ആളുകളുടെ എന്താ പറയുക ജീവിതശൈലി ജീവിത നിലവാരത്തിന് മാറ്റം വരുത്തിക്കൊണ്ടാണ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടിംഗ് ആണ് ബാങ്കിങ് മേഖല പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് അല്ലേ. ഇത്തരം ഒരു കൂട്ടായ്മ, ഇത് കുടുംബശ്രീ പോലെയുള്ള അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഒരു സംഘടന പോലെയുള്ള ഇത്തരം കൂട്ടായ്മയിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. മേക്ക് യൂസ് ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഫോർ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. എന്താ അത്? വ്യക്തിഗത കഴിവുകൾ വികസിക്കുന്നു. ഇപ്പം നമുക്കറിയാം കുടുംബശ്രീ പോലെയുള്ള യൂണിറ്റിൽ ഏതൊരു സ്ത്രീയെയും എടുത്താലും അവർക്ക് ബാങ്കിൽ പോയി എങ്ങനെ ട്രാൻസാക്ഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് എങ്ങനെ സംസാരിക്കാം, ഇതൊക്കെ വളരെ ആക്റ്റീവാണ്. അവരുടെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡ് ലോൺ ടു മെമ്പേഴ്സ് ഇൻ നീഡ്, അംഗങ്ങൾക്ക് ആവശ്യ സമയത്തിന് വായ്പ നൽകുന്നു, അതൊരു അഡ്വാൻറ്റേജ് ആണ്. സ്റ്റാർട്ട് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ്, അതുപോലെ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, ഇപ്പോൾ ചെറിയ ഹോട്ടൽ, അതുപോലെ DTP സെൻറ്റർ, ഇതൊക്കെ നമുക്ക് നമ്മളുടെ ഇപ്പോൾ കൂടുതലായിട്ട് കാണാം അല്ലേ. നമ്മളുടെ ഗ്രാമപ്രദേശത്താണെങ്കിൽ പോലും ചെറിയ ചെറിയ ഹോട്ടലുകൾ, കുടുംബശ്രീയുടെ ഹോട്ടലുകൾ കാണാം. അതുപോലെ സ്ത്രീ കൂട്ടായ്മയുടെ കൂടെ തന്നെ DTP സെൻറ്റർ, അക്ഷയ സെൻറ്റർ ഒക്കെ നമുക്ക് ഒത്തിരി ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഒത്തിരി ഡെവലപ്മെൻറ്റ് നമ്മളുടെ ഗ്രാമീണ മേഖലകളൊക്കെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ബേക്കറികൾ, ബയോ വെജിറ്റബിൾ മാർക്കറ്റ് അല്ലേ, അതായത് കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആളുകൾ സ്വന്തമായിട്ട് വീടുകളിൽ അതായത് വിളവൊക്കെ കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പബ്ലിക് സ്പേസിലൊക്കെ സെയിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ നമ്മൾ ഈ ലെസണിൽ എന്തൊക്കെയാണ് പഠിച്ചത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാങ്ക് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അതിൽ ഏതാണ് ബാങ്കിങ് സെക്ടറിൽ വരുന്നത്, ഏതൊക്കെ എത്തരം ബാങ്കുകളാണെന്നൊക്കെ പഠിച്ചത്? കൊമേഴ്സ്യൽ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. ഇത്രയും ബാങ്കാണ് ബാങ്കിങ് സെക്ടറിൽ വരുന്നത്. അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചു, ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് പഠിച്ചു. പിന്നെയോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ കുറിച്ചാണ് ഈ ലെസണിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് ക്ലാസ് കാണുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത ടീച്ചർ ടൈമിലേ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ടീച്ചർ ഇന്ന് എടുത്തിരിക്കുന്ന പോർഷൻസ് എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും സിംപ്ലിഫൈഡ് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് 5 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്കതിൽ ലഭ്യമാവുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ടീച്ചർ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ.